ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനെയും നോമിനെയും ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്താണെന്നും നോം ഓഫ് എ വെക്ടർ എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം ആദ്യം. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് നമ്മൾ വെക്ടർ സ്പേസ് വി എന്ന് പറഞ്ഞൊരു വെക്ടർ സ്പേസിൻ്റെ അകത്ത് രണ്ട് പെയർ ഓഫ് വെക്ടേഴ്സ് എടുക്കുക. യു വി എന്ന് പറഞ്ഞ രണ്ട് പെയർ ഓഫ് വെക്ടേഴ്സ്. അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ്റെ അകത്ത് നമ്മൾ യു കോമ വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. വി കോമ യു എന്ന് എഴുതിയാലും കറക്റ്റാണ്. നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഓരോ വെക്ടർ സ്പേസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഫോർമുല ചേഞ്ച് ആവും. സോ നമ്മൾ ആർ സ്ക്വയർ 2 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് വെക്ടർ യു വി എന്ന് പറഞ്ഞ രണ്ട് വെക്ടർ കൺസിഡർ ചെയ്യും. യു എന്ന് പറയുമ്പോൾ x1 x2 ആൻഡ് വി എന്ന് പറയുമ്പോൾ y1 y2. ഇത് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് വൈ കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ആർ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ വെക്ടർ സ്പേസിൽ ഇന്നർ പ്രൊഡക്റ്റ് അപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് താഴെ പറയുന്ന 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്നർ പ്രൊഡക്റ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ ഫസ്റ്റ് കണ്ടീഷനാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഇവിടെ നമ്മൾ u1 u2 v എന്ന് പറഞ്ഞ് 3 വെക്ടർ സ്പേസിലെ 3 വെക്ടേഴ്സ് കൺസിഡർ ചെയ്യാം. സോ ഈ വെക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എങ്ങനെ പറയുന്നത് വെച്ചാൽ ഇവിടെ എ ബി എന്ന് പറഞ്ഞ രണ്ട് കോൺസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. സോ എ u1 പ്ലസ് ബി u2 കോമ വി അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു u1 വിയുടെ ഇന്നർ പ്രൊഡക്റ്റ് ഇൻറ്റു കോൺസ്റ്റൻറ്റ് എ കോൺസ്റ്റൻറ്റ് പ്ലസ് u2 വിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഇൻറ്റു ബി കോൺസ്റ്റൻറ്റ്. അതിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് പ്രോപ്പർട്ടി സിമെട്രിക് പ്രോപ്പർട്ടി. നമ്മൾ യു വിൻ്റെ ഇന്നർ പ്രൊഡക്റ്റും വി യുവിൻ്റെ ഇന്നർ പ്രൊഡക്റ്റും സെയിം ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ പോസിറ്റീവ് ഡെഫിനിറ്റ് പ്രോപ്പർട്ടി. പോസിറ്റീവ് ഡെഫിനിറ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? നമ്മൾ യുവിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് നെഗറ്റീവ് വാല്യൂസ് വരാൻ പാടില്ല. സോ ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത യു വി വെക്ടേഴ്സ് എടുത്തല്ലോ, അതിന് പകരം നമ്മൾ യു രണ്ടും യു തന്നെ എടുക്കുക. സോ ഇവിടെ നമ്മൾ യു തന്നെ എടുക്കുകയാണെങ്കിൽ x1 ഇൻറ്റു x1 പ്ലസ് x2 ഇൻറ്റു x2 ആവും. സോ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ആവും. സ്ക്വയർ ഇൻറ്റു സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 തന്നെയല്ലേ വരുള്ളൂ. ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ 0 വരുന്ന കേസ് എന്താ? x1ഉം x2ഉം 0 ആകുന്ന കേസിൽ മാത്രമേ 0 ആകത്തുള്ളൂ. അതായത് യു ഈസ് ഈക്വൽ ടു 0,0 വരുന്ന കേസിൽ മാത്രമേ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് 0 വരത്തുള്ളൂ. സോ അതാണ് പോസിറ്റീവ് ഡെഫിനൈറ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ വെക്ടർ സ്പേസ് വിയിൽ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആണെങ്കിൽ അതിനെയാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. സോ അതാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. നെക്സ്റ്റ് വൺ നോം ഓഫ് എ വെക്ടർ. നോം ഓഫ് എ വെക്ടർ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ യു എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ നോം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് മോഡുലസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ആ രണ്ട് മോഡുലസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ചെയ്താൽ മതി. ആ ഒരു വെക്ടർ പെയറിൻ്റെ തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോം ഓഫ് എ വെക്ടർ കിട്ടും. സോ അല്ലെങ്കിൽ നമുക്ക് ഈ റൂട്ട് കളയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിനെ നോമിൻ്റെ ഇക്വേഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് നോം ഓഫ് എ വെക്ടറിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യുവിൻ്റെ പെയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ നോം ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ വിത്ത് നോം ആസ് എ 1. നമ്മൾ യു വെക്ടറിൻ്റെ നോം എടുക്കുമ്പോൾ ഈക്വൽ ടു 1 വരികയാണെങ്കിൽ അതിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഈക്വൽ ടു 1 എപ്പോഴാണ് വരുന്നത്? നമ്മൾ റൂട്ട് ഓഫ് 1 ചെയ്യുമ്പോഴാണ് 1 തന്നെ കിട്ടുന്നത്. സോ നമ്മുടെ അകത്ത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ യു 1 ആയിരിക്കണം. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ യു 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് യൂണിറ്റ് വെക്ടർ അതായത് നോം ഓഫ് എ യു ഈസ് ഈക്വൽ ടു 1 കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് വൺ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോൺ സീറോ വെക്ടർ തന്നിട്ടുണ്ട്, ബട്ട് അതൊരു യൂണിറ്റ് വെക്ടർ അല്ല. ബട്ട് അതിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. സോ അതെങ്ങനെ ആക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു വെക്ടറിനെ അതിൻ്റെ നോം വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് യു എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ നോർമലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നോം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് യു ക്യാപ്പ് കിട്ടും. യു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നോർമലൈസ് ചെയ്ത് കിട്ടും ആ ഒരു വെക്ടറിനെ. ഹെൻസ് നമുക്ക് ആ ഒരു വെക്ടറിനെ യൂണിറ്റ് വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാം. എക്സാമ്പിൾസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഓരോ വെക്ടർ സ്പേസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ആവും. സോ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഈസ് എ വെക്ടർ സ്പേസ് ഇൻ വിച്ച് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് ഡിഫൈൻഡ്.
നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് നമ്മൾ നേരത്തെ എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. നമ്മളൊരു വെക്റ്റർ സ്പേസിൽ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റ് നമ്മുടെ വെക്റ്റർ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ വെക്റ്റർ സ്പേസ് ചേഞ്ച് ആകുന്നതനുസരിച്ച് നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷനും ചേഞ്ച് ആവും. സോ നമ്മുടെ ഫസ്റ്റ് കേസ് യൂക്ലിഡിയൻ സ്പേസ് നമ്മൾ R⁴n, അതായത് ഒരു n ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസ് വരുന്ന സമയത്ത് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ നമ്മൾ വെക്റ്റേഴ്സ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്നാണ്. സോ നമ്മൾ R⁴n നമ്മളൊരു വെക്റ്റർ കൺസിഡർ ചെയ്യുക, യു എന്ന് പറഞ്ഞ വെക്റ്റർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ അകത്ത് കോർഡിനേറ്റ്സ് A1 A2 A3 അപ് ടു An. ആൻഡ് ബി എന്ന് പറഞ്ഞൊരു വെക്റ്റർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ അകത്ത് കോർഡിനേറ്റ് B1 B2 B3 അപ് ടു Bn. സോ യു വിയുടെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ യു ഡോട്ട് വി ചെയ്താൽ മതി, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുന്നത്? നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ് ഇൻറ്റു പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് ഇൻറ്റു പ്ലസ് തേർഡ് കോർഡിനേറ്റ് ഇൻറ്റു അപ് ടു ലാസ്റ്റ് കോർഡിനേറ്റ് വരെ അങ്ങനെ ചെയ്യാം. സോ അങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത്. സോ ഇതാണ് നമ്മൾ നേരത്തെ നോക്കിയത്. R⁴2ൻ്റെ കേസിൽ എന്താ? ഫസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് അത്രേ വരുള്ളൂ. ആൻഡ് ഇവിടെ R⁴n ആയതുകൊണ്ട് അപ് ടു n വരെ സമ്മേഷൻ എടുക്കാം. ആൻഡ് ഓൾസോ നമ്മൾ R⁴nൻ്റെ കേസിൽ നമ്മൾ നോം എടുക്കുമ്പോഴോ നമ്മൾ യുവിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് റൂട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. സോ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിനെ u.u വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. u.u എന്താ? ഫസ്റ്റ് കോർഡിനേറ്റ് ഇൻറ്റു ഫസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് ഇൻറ്റു സെക്കൻഡ് കോർഡിനേറ്റ് പ്ലസ് തേർഡ് കോർഡിനേറ്റ് ഇൻറ്റു തേർഡ് കോർഡിനേറ്റ്. നമ്മളിവിടെ രണ്ട് വെക്ടേഴ്സ് u ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ് ഇൻറ്റു ആ ഒരു വെക്ടറിൻ്റെ തന്നെ ഫസ്റ്റ് കോർഡിനേറ്റ്. സോ A1 ഇൻറ്റു A1, സോ A1 സ്ക്വയർ പ്ലസ് A2 ഇൻറ്റു A2, സോ A2 സ്ക്വയർ പ്ലസ് A3 ഇൻറ്റു A3 അങ്ങനെ അപ് ടു An വരെ പോകും. നെക്സ്റ്റ് വൺ ഫംഗ്ഷൻ സ്പേസ്. അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ A ടു Bയിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. സോ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഫ്രം A ടു B. സോ അങ്ങനെ ഒരു ഫംഗ്ഷൻ സ്പേസിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് എടുക്കാം, g(t)യും f(t)യും. അതിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ? ഇൻ്റഗ്രൽ ഫ്രം A ടു B, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം A ടു B ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ ഫ്രം A ടു B f(t) ഇൻറ്റു g(t) dt ചെയ്യാം. സോ ഇതിൻ്റെ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ജി കിട്ടും. ആൻഡ് നമുക്ക് നോം ഓഫ് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ബൈ ഇറ്റ് സെൽഫ് ചെയ്താൽ മതി. സോ എഫ് ബൈ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഫ്രം A ടു B f(t) ഇൻറ്റു f(t) dt ചെയ്യുക. ആൻഡ് അതിനെ റൂട്ട് വെച്ച് സോൾവ് ചെയ്യാം. സോ നമുക്ക് നോം ഓഫ് എഫ് കിട്ടും. ആൻഡ് ഫൈനലി നമുക്ക് പോളിനോമിയൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ ഒരു വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം പോളിനോമിയലും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. സോ അതിനെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ PT, നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഒരു സബ് സ്പേസ് ആണ്. അതായത് ഒരു ഫംഗ്ഷൻസിൻ്റെ അകത്ത് വരുന്ന ഒരു സാധനമാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. സോ അതിനെ നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം A ടു Bയിലെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ വെക്റ്റർ സ്പേസിൻ്റെ സബ് സ്പേസ് ആയിട്ട് നമുക്ക് പോളിനോമിയൽ സ്പേസിനെ കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഫംഗ്ഷൻ സ്പേസിൻ്റെ അതേ ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ എഫും ജി എന്ന് പറഞ്ഞ രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഫ്രം A ടു B, കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ ഫ്രം A ടു B വരെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ഇൻ്റഗ്രൽ ഫ്രം A ടു B f(t) gt dt വരും. ആൻഡ് എഫിൻ്റെ നോം എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൂട്ട് ഓഫ് എഫ് ബൈ ഇറ്റ് സെൽഫ് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക, ഇൻ്റഗ്രൽ A ടു B f(t) ഹോൾ സ്ക്വയർ dt ചെയ്യുക. സോ ഇവിടെ നമ്മൾ f(t)യും g(t)യും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ വേരിയസ് ടൈപ്സ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആൻഡ് വേരിയസ് ടൈപ്പ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ്, അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന ഇന്നർ പ്രൊഡക്റ്റും. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിനി പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് u എന്ന് പറഞ്ഞ വെക്ടർ വന്നിട്ടുണ്ട്, v എന്ന് പറഞ്ഞ വെക്ടർ വന്നിട്ടുണ്ട്, ആൻഡ് w എന്ന് പറഞ്ഞ വെക്ടർ വന്നിട്ടുണ്ട് ഇൻ R⁴. അതായത് ഇതൊരു യൂക്ലിഡിയൻ സ്പേസ് ആണ്. സോ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഇവിടെ ചെയ്യാൻ പറ്റും. ഷോ ദാറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 3u മൈനസ് 2v, w ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് uw ഇൻറ്റു 3 മൈനസ് vw ഇൻറ്റു 2. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ നോർമലൈസ് ഓഫ് യുവും വിയും കണ്ടുപിടിക്കുക. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് ആദ്യം സോൾവ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് ചെക്ക് ചെയ്യാൻ നോക്കുക. സോ ഇവിടെ നമുക്ക് 3u മൈനസ് 2v കിടപ്പുണ്ട്. സോ അത് നമുക്ക് മാനുവലി ആദ്യം സോൾവ് ചെയ്യാം. 3u മൈനസ് 2v ചെയ്യുമ്പോൾ എന്താ? നമ്മുടെ u എടുക്കുക, അതിൽ 3 മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് v എടുക്കുക, അതിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി നമ്മുടെ 3u മൈനസ് 2v കിട്ടും. ആൻഡ് നമുക്ക് w ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. സോ w
സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് നമ്മൾ എടുക്കണം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എടുക്കുക. സോ 3u മൈനസ് 2v ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. കാരണം എന്താ, r⁴ ആണ്. r⁴ ഒരു യൂക്ലീഡിയൻ സ്പേസ് ആണ്. യൂക്ലീഡിയൻ സ്പേസിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് വെക്ടറിൻ്റെ കോർഡിനേറ്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ കോർഡിനേറ്റ്. സോ -5 × 5 പ്ലസ് 30 × -1 പ്ലസ് -16 × -2 പ്ലസ് 4 × 6 4 × 6. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഇക്വേഷൻ ഇതുപോലെയാണ് കിടക്കുന്നത്. സോ ഇവിടെ നമ്മൾ UWൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. സോ U നമുക്കിതാണ് ആൻഡ് W നമുക്കിതാണ്. സോ ഇതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. സോ x കോർഡിനേറ്റ് 1 × 5 പ്ലസ് 3 × -1 പ്ലസ് -4 × -2 പ്ലസ് 6 × 2. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം 22 കിട്ടും. ആൻഡ് അതുപോലെ ഇതിൻ്റെയും കണ്ടുപിടിക്കണം. സോ ഇതെന്താ, Wൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക. സോ V നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആൻഡ് W നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. സോ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് പ്ലസ് തേർഡ് കോർഡിനേറ്റ് പ്ലസ് ഫോർത്ത് കോർഡിനേറ്റ്. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 24 കിട്ടും. സോ ഈ 24ഉം 2ഉം നമ്മുടെ ഇക്വേഷനോട്ട് അപ്ലൈ ചെയ്യുക. സോ 3 × 22 മൈനസ് 2 × 24 നമുക്ക് ഫൈനലി 80 കിട്ടും. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 18 ആയിരുന്നു ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്കിപ്പം 18 കിട്ടി. സോ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് യുവും വിയും നോർമലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അത് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആദ്യം U നോർമലൈസ് ചെയ്യുക. U നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ നോർമലൈസിൻ്റെ ഇക്വേഷൻ എന്താ, U cap = U/norm of U. നോം ഓഫ് U മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. U നമുക്ക് തന്നിട്ടുണ്ട്. സോ U/norm ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും Uവിനെ. ആൻഡ് ഓൾസോ നോർമലൈസ് എന്താണ്, നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്. അത് യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ ആ ഒരു വെക്ടറിനെ യൂണിറ്റ് വെക്ടറിലോട്ട് കൺവേർട്ട് ആക്കുന്ന പ്രോസസ്സിനെയാണ് നോർമലൈസ് എന്ന് പറയുന്നത്. സോ നോർമലൈസിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കിടക്കുന്നത്. സോ നമുക്ക് നോം ഓഫ് U ചെയ്യാം. നോം ഓഫ് U എന്താ, √U/itself. സോ U.U ചെയ്യാം. U.U ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് കോർഡിനേറ്റ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് സ്ക്വയർ പ്ലസ് തേർഡ് കോർഡിനേറ്റ് സ്ക്വയർ പ്ലസ് ഫോർത്ത് കോർഡിനേറ്റ് സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് √30 എന്ന് കിട്ടും. ഇത് നമ്മുടെ ഇക്വേഷനോട്ട് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് U cap എന്ത് കിട്ടും, U എന്താണ് 1 3 -4 2 1. സോ അതിൻ്റെ അടിയിൽ നമുക്കിപ്പോൾ കിട്ടിയ നോം വെച്ചിട്ട് എല്ലാ കോർഡിനേറ്റിനെ ഡിവൈഡ് ചെയ്യുക. സോ √30 വെച്ചിട്ട് എല്ലാ കോർഡിനേറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√30 3/√30 -4/√30 ആൻഡ് 2/√30 കിട്ടും. ഇതാണ് നമ്മുടെ U cap, അതായത് നോർമലൈസ് ഓഫ് U. ഹെൻസ് നമ്മൾ യുവിനെ ഒരു യൂണിറ്റ് വെക്ടറായിട്ട് കൺവേർട്ട് ആക്കി. ആൻഡ് ഓൾസോ നമുക്ക് നോർമലൈസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ U cap വെച്ചിട്ട് നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 1 കിട്ടും. സോ നമുക്ക് യൂണിറ്റ് വെക്ടർ ഫോർമാറ്റിൽ നമുക്കിപ്പോൾ യുവിനെ കിട്ടി. അതാണ് നോർമലൈസ് എന്ന് പറയുന്നത്. സോ അതുപോലെ നമ്മൾ V cap ചെയ്യാം. V cap ചെയ്യുമ്പോൾ എങ്ങനെ, നമ്മൾ V/norm of V ചെയ്യാം. സോ നോർം ഓഫ് V എന്താ, V/V ഇന്നർ പ്രൊഡക്റ്റ് റൂട്ട് ചെയ്യുക. സോ നമുക്ക് വിൻ്റെ കോർഡിനേറ്റിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയറിൻ്റെ സം എടുക്കാം. സോ 4² പ്ലസ് -2² പ്ലസ് 2² പ്ലസ് 1² വരും. സോ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 25ൻ്റെ റൂട്ട്, അതായത് 5. ഇത് നമ്മൾ ഇക്വേഷനോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ V cap = 4/5 -2/5 2/5 ആൻഡ് 1/5 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ യുവിൻ്റെയും വിൻ്റെ നോർമലൈസ് കണ്ടുപിടിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത യൂക്ലീഡിയൻ സ്പേസിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലമാണ്. സോ ഇനി നമുക്ക് ഫംഗ്ഷൻ സ്പേസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് പ്രോബ്ലം കൂടെ നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, f(t)യും g(t)യും. f(t) = 3t - 5ഉം g(t) = t²ഉം. ഇവിടെ പോളിനോമിയൽ സ്പേസിലാണ് ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് രണ്ടും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഡിഗ്രി, ഇവിടുത്തെ ഡിഗ്രി 2 ആണ് ആൻഡ് ഇവിടുത്തെ ഡിഗ്രി 1 ആണ്. സോ ഡിഗ്രി 2ഉം 1ഉം ഉള്ള പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ് നമുക്ക് എഫും ജി ആയിട്ട് തന്നേക്കുന്നത്. സോ നമുക്ക് പോളിനോമിയൽ സ്പേസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പോളിനോമിയൽ സ്പേസ് ഫംഗ്ഷൻ സ്പേസിൻ്റെ സബ് സ്പേസ് ആണ്. സോ ഫംഗ്ഷൻ സ്പേസിൻ്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് പോളിനോമിയൽ സ്പേസിനുള്ളത്. ബട്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. സോ എഫും ജിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഫ്രം 0 to 1 f(t) g(t) dt ഇൻ്റഗ്രൽ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്, എഫും ജിൻ്റെ ഇന്നർ പ്രൊഡക്റ്റും നോം ഓഫ് എഫും നോം ഓഫ് ജിയും. ആൻഡ് ഓൾസോ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട് 0 to 1 a b നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഫ് ജിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക. ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നത് എങ്ങനെ, നമ്മൾ ഇൻ്റഗ്രൽ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. സോ ഇൻ്റഗ്രൽ ഫ്രം 0 to 1 f(t) gt. f(t)യും gt ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f(t) എന്താണ് 3t - 5, പിന്നെ g(t) എന്താ t².
സോ ടി സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3t³ മൈനസ് 5t² എന്ന് കിട്ടും. നമ്മൾ ടി റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റേസ് ടു n+1/n+1 ആയിരിക്കും. സോ t³ ഇൻ്റഗ്രൽ ടി റേസ് ടു 4/4ഉം ആൻഡ് t² ഇൻ്റഗ്രൽ ടി റേസ് ടു 3/3ഉം. ആൻഡ് ഇവിടെ നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. 1 അപ്ലൈ ചെയ്യാം. 0 അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ 0 ആയിപ്പോൾ. സോ 0 കൺസിഡർ ചെയ്യേണ്ട. സോ 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3/4 വരും ആൻഡ് ഇവിടെ 5/3 വരും. സോ 3/4 മൈനസ് 5/3 ചെയ്യുമ്പോൾ നമുക്ക് -11/12 എന്ന് കിട്ടും. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ജി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോം ഓഫ് എഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നോം ഓഫ് എഫ് എന്താ? റൂട്ട് ഓഫ് എഫിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ്. എഫിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to 1 f(t) into f(t) dt. നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് f(g) തന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ ജിന് പകരം എഫ് തന്നെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. സോ നമ്മൾ എഫ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ ഇവിടെ എഫ്(t) വരുമ്പോൾ f(t) ഹോൾ സ്ക്വയർ ആവും. സോ f(t) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3t - 5 ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ ഈ സ്ക്വയർ സോൾവ് ചെയ്യുക. a - b ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. സോ a² - 2ab + b². സോ നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യാം. സോ ഇവിടെ നമ്മൾ കോൺസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട. t² ഇൻ്റഗ്രൽ എന്താ? t³ ആൻഡ് ടീൻ്റെ ഇൻ്റഗ്രൽ t²/2 ആൻഡ് 25 കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ t വരും. സോ 25t. ഇനി നമ്മൾ ഇവിടെ കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുക. സോ ഇവിടെ 9 3 കട്ടാകും. സോ 3 വരും ആൻഡ് 32 കട്ടാകുമ്പോൾ 50 വരും. സോ ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 1. സോ 0 അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റയർലി 0 ആയിപ്പോൾ. സോ 0 കൺസിഡർ ചെയ്യേണ്ട. സോ 1 അപ്ലൈ ചെയ്യുക. സോ 1 അപ്ലൈ ചെയ്യുമ്പോൾ 3 - 15 + 25. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 30 എന്ന് കിട്ടും. സോ നോം ഓഫ് എഫ് നമുക്ക് 30 എന്ന് കിട്ടി. സോ നെക്സ്റ്റ് നമുക്ക് ജീൻ്റെ നോം കണ്ടുപിടിക്കാം. ജീൻ്റെ നോം എന്താ? റൂട്ട് ഓഫ് ജി ബൈ ഇറ്റ് സെൽഫിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ്. സോ ഇൻ്റഗ്രൽ ഫ്രം 0 to 1 gt എന്ന് വരും. സോ gt ഹോൾ സ്ക്വയർ ആയി. സോ ഇവിടെ gt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. gt t² ആണ്. സോ t² ഹോൾ സ്ക്വയർ വരും. സോ t റേസ് ടു 4 ആവും. സോ t റേസ് ടു 4 ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ t റേസ് ടു 5/5. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 1. 0 അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റയർലി 0 ആയിപ്പോൾ. സോ 0 കൺസിഡർ ചെയ്യേണ്ട. ആൻഡ് 1 അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 1/5 എന്ന് നമുക്ക് ജീൻ്റെ നോം കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് നോമിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേറൊരു ടോപ്പിക്ക് നോക്കാം. താങ്ക് യു.